ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് 26. നമ്മളിന്ന് നോക്കുന്നത് അധ്യായം 5 31 മുതൽ 43 വരെയുള്ള മന്ത്രങ്ങളാണ്. ഇതിലെ ദേവതകൾ പല ദേവതകളാണ്, അതുകൊണ്ട് ഓരോന്നായിട്ട് നോക്കാം. 31 ദേവത അഗ്നിയാണ്. അഗ്നി എന്ന് പറയുന്നത് ഊർജമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് അഗ്നി ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമ്പത്താകുന്നു. ധനം ലഘു ആകുന്നു, സമ്പത്താകുന്നു, അല്ലെങ്കിൽ ധനമാകുന്നു. ഒഴുകുന്ന ധനം, അതായത് ഊർജത്തിൻ്റെ സഹായത്താലാണ് ധനം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഊർജം ഉപയോഗിച്ച് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സാമ്പത്തികപരമായി ഉയരും. അതുകൊണ്ട് ഒഴുകുന്ന ധനമാകുന്നു അഗ്നി. അത് ഹവ്യത്തെ വഹിക്കുന്നു. അഗ്നി ഹവ്യത്തെ വഹിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ യജ്ഞങ്ങളെയും വഹിക്കുന്നതായിട്ട് എടുക്കാം. എന്തും ഈ പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ എല്ലാം അഗ്നി തന്നെയാണ് വഹിക്കുന്നത്. ഉദാഹരണമായിട്ട് യജ്ഞത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് അഗ്നിയാണ്. നമ്മളെ ചലിപ്പിക്കുന്നത്, നമുക്ക് നടക്കണമെങ്കിൽ തന്നെ ഊർജ്ജം ഉണ്ടെങ്കിലേ നടക്കാൻ പറ്റുള്ളൂ. ഊർജം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വാഹനങ്ങളിലെല്ലാം സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ സംസാരിക്കുന്നത് ശബ്ദോർജമായിട്ട് അങ്ങ് പ്രവഹിക്കുകയാണ്. അത് ശബ്ദോർജമാണ്. നമ്മുടെ സംസാരങ്ങളെല്ലാം ദൂരീകരിക്കുന്നത് ശബ്ദോർജത്തിലൂടെയാണ്. ആധുനിക സയൻസിലാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെല്ലാം ശബ്ദത്തെയും ചിത്രത്തെയെല്ലാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിലൂടെയാണ് പ്രവഹിപ്പിക്കുന്നത്. അപ്പോൾ ഹവിസ് വഹിക്കുന്നവരാണ്. നീ പ്രജേതസ്സാണ് എന്ന് പറയുമ്പോൾ ആദ്യകാലത്ത് സൃഷ്ടിയുടെ തുടക്കത്തിൽ ഉണ്ടായതാണ് പ്രജേതസ്സുകൾ. സൃഷ്ടിയുടെ ആരംഭത്തിൽ ഊർജ്ജരൂപത്തിലാണ് അഗ്നി പുറത്തേക്ക് വന്നത്. അപ്പോൾ ആദ്യമുണ്ടായത് ഊർജമാണ്. അപ്പം ആദ്യമുണ്ടായ സൃഷ്ടിയായിട്ടാണ് ഇവിടെ പ്രജേതസ്സുകളെ പറയുന്നത്. അഗ്നി തന്നെയാണ്, അല്ലെങ്കിൽ ഊർജം തന്നെയാണ് ആദ്യം ഉണ്ടായിരിക്കുന്നത്. നീ വിശ്വദേവനാണ്. വിശ്വത്തിൻ്റെ ദേവൻ എന്ന് പറഞ്ഞാൽ ഈ വിശ്വം എല്ലാം ഉണ്ടായിരിക്കുന്നത് അഗ്നിയിൽ നിന്നാണ്. ഊർജത്തിൽ നിന്നാണ് ദ്രവ്യമുണ്ടായത്. നമുക്കറിയാം, ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല, എനർജിയെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല. പക്ഷേ അതിൻ്റെ രൂപം മാറ്റം. അങ്ങനെയാണ് ഊർജത്തെ മാറ്റിയിട്ടാണ് കണങ്ങളായിട്ടെല്ലാം ഉണ്ടായത്. അതിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. ഇനി 32 ദേവത ഋഷികളാണ്, അല്ലെങ്കിൽ ജ്ഞാനമാണ്. ഋഷികളിലൂടെയാണല്ലോ ജ്ഞാനം വരുന്നത്. അല്ലെങ്കിൽ ഇവിടെ മധുചന്ദസാണ് ഇവിടുത്തെ ഋഷി. അതുകൊണ്ട് ജ്ഞാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. നിന്നിലൂടെ കവിത തുളുമ്പുന്നു. അതായത് ഇത്തരം ജ്ഞാനികളിലൂടെയാണ് ജ്ഞാനം ഇങ്ങനെ തുളുമ്പി തുളുമ്പി പുറത്തേക്ക് വരിക. എന്തെല്ലാം ജ്ഞാനം? ചിന്തകരുടെ, അത് ശാസ്ത്രചിന്ത ആകാം, രാഷ്ട്രീയ ചിന്തയാകാം, എന്തുമാകാം. കവിതകളിലൂടെയാണ് എല്ലാം എഴുതിയത്. അത് ഗദ്യം, പദ്യം, ഏത് രൂപത്തിൽ ജ്ഞാനം പുറത്തേക്ക് കൊടുക്കുന്നു. പിന്നെയോ നീ കവികളുടെ ശബ്ദമാണ്, നിന്നിലൂടെയാണ് എല്ലാം പോഷിപ്പിക്കപ്പെടുന്നത്. ഇപ്പം ലോകം പുരോഗതിയിലേക്ക് നയിക്കുന്നത് ചിന്തകന്മാരുടെ, അല്ലെങ്കിൽ ഋഷികളുടെ എല്ലാം എഴുത്തുകളിലൂടെയാണ്. അതായത് ശാസ്ത്രം പുരോഗമിക്കുന്നത്, സയൻസ് പുരോഗമിക്കുന്നത് ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തി എഴുതിയതാണ്. അതേപോലെ പൊതുവെ പറയുകയാണെങ്കിൽ ഋഷികൾ വേദങ്ങളിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഋഷികളിലൂടെയാണ് ശാസ്ത്രം, കലകളും എല്ലാം തന്നെ, കലകൾ, ശാസ്ത്രം, പിന്നെ പൊളിറ്റിക്സ് എല്ലാം, രാഷ്ട്രീയം എല്ലാം തന്നെ ചിന്തകരിലൂടെ എല്ലാമാണ് പുറത്തേക്ക് വരുന്നത്. അത് ഇവിടെ ഋഷികൾ എന്ന നിലയിൽ നമുക്ക് കാണാം. അതാണ് ലോകത്തെ പോഷിപ്പിക്കുന്നത്.
അന്നം നൽകുന്നതും നീയാകുന്നു. അത്തരം ചിന്തകളിലൂടെയാണ് നമ്മൾ ലോക പുരോഗതി ഉണ്ടാകുന്നതും നമ്മളെ സമ്പത്ത് വർദ്ധിക്കുക. അന്നം എന്ന് പറഞ്ഞാൽ സമ്പത്തായിട്ട് എടുത്താൽ മതി. ഔട്ട്പുട്ട് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം. അപ്പോൾ ഔട്ട്പുട്ട് എല്ലാം വർദ്ധിക്കുന്നത് എങ്ങനെയാണ്? ഇത്തരം ചിന്തകരായ ആൾക്കാരിൽ നിന്നുള്ള ജ്ഞാനപ്രവാഹത്താലാണ്. പുണ്യകേന്ദ്രവും നീയാകുന്നു. എല്ലാത്തിൻ്റെയും കേന്ദ്രം ജ്ഞാനം തന്നെയാണ്. വേദങ്ങളുടെ ഈ പ്രപഞ്ചം ഉണ്ടായത് തന്നെ ബ്രഹ്മാവ് സൃഷ്ടി നടത്തി തന്നെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്, വേദങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ശാസ്ത്രജ്ഞന്മാർ എന്തെങ്കിലും കണ്ടെത്തുമ്പോഴാണ് അതിലൂടെ പുരോഗതി ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യം വചനം തന്നെയാണ് ഉണ്ടാകുന്നത്. ആ ജ്ഞാനത്തിലൂടെയാണ്, അത് തന്നെയാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രം. നീ വിഭവവും ചക്രവർത്തിയുമാണ്. എല്ലാവരെയും നയിക്കുന്നത് ജ്ഞാനം തന്നെയാണ്. അതാണ് ചക്രവർത്തി എന്ന് പറയുന്നത്. ചക്രവർത്തിക്ക് സമാനം, പ്രഭുവിന് സമാനം, എല്ലാവരെയും നയിക്കുന്നതാണ്. നീ പവമാനമാകുന്നു. നീ ശുദ്ധീകരിക്കുന്ന വായു പോലെ ശുദ്ധീകരിക്കുന്നവരാണ്. ജ്ഞാനത്തിലൂടെയാണ് മനുഷ്യൻ്റെ അജ്ഞതയെല്ലാം ഇല്ലാതാകുന്നത്, അന്ധകാരമകളുന്നത്. അപ്പം നീ പവമാനനാകുന്നു. നീ സ്വർഗത്തിലെ ജ്യോതിസാകുന്നു. സ്വർഗം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ജ്യോതിസ് എന്താണ്? ജ്ഞാനം തന്നെയാണ്. ജ്ഞാനത്തിലൂടെയാണ് സ്വർഗസമാനമായി നമ്മൾ ഉയരാൻ പറ്റുകയുള്ളൂ. ഇനി 33 ദേവത യജ്ഞമാണ്. യജ്ഞം സാഗരമാവുന്നു. യജ്ഞം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ. നമ്മൾക്ക് കർമ്മങ്ങൾ, എന്തെല്ലാം കർമ്മങ്ങളുണ്ട്? എത്രയോ കർമ്മങ്ങളുണ്ട്. ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്ന കർമ്മമാണ്, പഠിക്കുന്ന കർമ്മമാണ്, ആരെങ്കിലും പഠിപ്പിക്കുന്നത് കർമ്മമാണ്. ഇങ്ങനെ എന്തെല്ലാം തരം തൊഴിലുകൾ, എല്ലാ തൊഴിലുകളും യജ്ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ യജ്ഞങ്ങളും എടുത്തു കഴിഞ്ഞാൽ എത്രയുണ്ടാവും? സാഗരം പോലെയുണ്ട്. നീ ഏകപാദ അജമാകുന്നു. ഏകപാദ അജം എന്ന് പറയുമ്പോൾ, അജം എന്നതിന് അഗ്നിയുടെ വാഹനം എന്ന അർത്ഥമെല്ലാമുണ്ട്. ഒറ്റക്കാലുള്ള അഗ്നിയുടെ, ഒറ്റ ചക്രമുള്ള അഗ്നിയുടെ രഥം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അഗ്നി ഒന്നാണ്, അതിന് ദ്വയമില്ല. പോസിറ്റീവ് അഗ്നി, നെഗറ്റീവ് അഗ്നി ഒന്നുമില്ല. ദ്വയമായിട്ട് സൃഷ്ടിച്ചതായിട്ട് അഗ്നിനെ എടുക്കരുത്. അഗ്നി ഒന്നാണ്. അപ്പോൾ ആ ഊർജം എന്ന് പറയുന്നതിന് പോസിറ്റീവ് ഊർജം, നെഗറ്റീവ് ഊർജം എന്നൊന്നും പറയുന്നതിലൊന്നും അർത്ഥമില്ല. എല്ലാം ഊർജം തന്നെയാണ്. ഊർജം ഏകപാതനാണ്. അതാണ് ലോകത്തെ മുന്നോട്ടേക്ക് നയിച്ചു കൊണ്ടുവരുന്നത്. അത് അഹിർബുദ്ധനും, അതായത് നമ്മുടെ ഗ്രഹദോഷങ്ങൾ, നമ്മൾ ജയിക്കുമ്പോൾ ജാതകപരമായുള്ള ദോഷങ്ങൾ കൊണ്ടാണ് നമ്മൾ കഷ്ടപ്പാടുള്ളത്. അതെല്ലാം മാറ്റണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കർമ്മം ചെയ്യണം, യജ്ഞം ചെയ്യണം. നമ്മളെ പ്രയാസങ്ങൾ മാറണ്ടെങ്കിൽ യജ്ഞം ചെയ്തേ പറ്റൂ. നമുക്ക് എന്തൊക്കെ പ്രയാസമുണ്ട്? ഇതാ ഒരു പട്ടി കടിക്കാൻ കഴിയും. ചുമ്മാ നോക്കിയിരുന്നാൽ പട്ടി കടിച്ചിട്ട് പോകും. അന്നേരം എന്ത് വേണം? വല്ല കമ്പും എടുത്തിട്ട് അടി കൊടുക്കണം. അപ്പം യജ്ഞത്തിലൂടെയാണ് നമ്മളെ കഷ്ടപ്പാടെല്ലാം മാറുന്നത്. നീ ഐന്ദ്രനാണ്, അർജുനനെ പോലെയാണ്. അർജുനൻ്റെ അധർമ്മത്തിനെല്ലാം പോരാടിയിട്ടാണ് ലോകത്തെ മുന്നോട്ടേക്ക് നമ്മളെ കഷ്ടപ്പാടിനെല്ലാം ദൂരീകരിക്കേണ്ടി. അതേമാതിരി അർജുനന് സമാനമാകണം. നീ വാക്കാകുന്നു. വാക്ക് ഒരു തരം ഊർജം തന്നെയാണ്, യജ്ഞമാണ്. വാക്കിലൂടെയാണ് പ്രഭാഷണം. പലവരുടെയും പ്രഭാഷണങ്ങളാണ് ജനങ്ങളെ ആക്റ്റീവായിട്ട് അതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. തത്വചിന്തകരുടെ എല്ലാം വാക്ക്, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെല്ലാം വാക്കിലൂടെയാണ് ജനങ്ങളെ ഉത്ബോധിപ്പിച്ച് മുന്നോട്ടേക്ക് യജ്ഞത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത്. അപ്പം വാക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട യജ്ഞം. ഇതെല്ലാം നീ തന്നെയാണ്. നീ കർമ്മത്തിൽ ഉത്സാഹം പ്രകടിപ്പിക്കുന്നവരുടെ സ്വന്തമാകുന്നു. യജ്ഞം കർമ്മം ചെയ്യുന്നവരുടെ സ്വന്തമാണ്. കർമ്മം ചെയ്യുക എന്ന് പറയുന്നത് യജ്ഞമാണ്. അപ്പോൾ യജ്ഞം ചെയ്യുന്നവരുടെ സ്വന്തമാണ്, കർമ്മം ചെയ്യുന്നവരുടെ സ്വന്തമാണ്
യജ്ഞം. ആരെങ്കിലും അധ്വാനിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ സ്വന്തം യജ്ഞമാകുന്നു. അധ്വാനിക്കുന്നതിനെയാണ് യജ്ഞം. നീ എല്ലാത്തിൻ്റെയും കേന്ദ്രമാകുന്നു. ഏത് പ്രവൃത്തിയുടെയും കേന്ദ്രം എന്താണ്? യജ്ഞമാണ്. യജ്ഞത്തിലൂടെയാണ് എന്തും ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും കേന്ദ്രം യജ്ഞമാകുന്നു. എന്തെങ്കിലും നമ്മൾ അസ്വസ്ഥത സൃഷ്ടിക്കാതിരിക്കട്ടെ. നമുക്കെന്തെങ്കിലും അസ്വസ്ഥതയല്ല, എവിടെ നിന്നെങ്കിലും സമൂഹത്തിൽ നിന്ന് വല്ല അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഇല്ലാതാക്കാൻ യജ്ഞത്തിലൂടെയേ പറ്റുകയുള്ളൂ. പക്ഷേ അതേസമയം ചില യജ്ഞങ്ങൾ നമുക്ക് ദോഷമായിട്ടും തീരുന്നുണ്ട്. കാരണം നല്ല യജ്ഞമുണ്ട്, മോശ യജ്ഞമുണ്ട്. ചില യജ്ഞങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ സമൂഹത്തിന് ഉന്നതി ഉണ്ടാകും. ചില യജ്ഞങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ സമൂഹത്തിന് പാരയായി തീരും. അങ്ങനെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന യജ്ഞങ്ങളൊന്നും നമ്മൾ ചെയ്തുകൂടാ. അങ്ങനത്തെ യജ്ഞങ്ങളിൽ നിന്നും നീ നമ്മളെ അതിനെയെല്ലാം നമ്മൾ പ്രതിരോധിക്കണം. അങ്ങനെ സമൂഹത്തിന് ദോഷമായിട്ടുള്ള യജ്ഞങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് ഈ യജ്ഞത്തിലൂടെ തന്നെ നമ്മൾ പരിഹരിക്കണം. വഴിത്താരകളുടെ നാഥനായ ഈശ്വരൻ ഐശ്വര്യം നൽകും. വഴിത്താരകൾ നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്ന എന്താണ്? ഈശ്വരനാണ്. നമ്മൾ ചെയ്യുന്ന യജ്ഞങ്ങളെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്? ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മളെ സൃഷ്ടിച്ചത് ലോക പുരോഗതിക്കായിട്ട് കർമ്മം ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ കർമ്മം എങ്ങനെ ചെയ്യണമെന്നുള്ള വഴികളെല്ലാം ആ ഈശ്വരനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ആ വഴിയിലൂടെ നമ്മൾ കർമ്മം ചെയ്ത് പോവുക. ഏത് വഴിയിലൂടെയാണോ ഞാൻ പോകുന്നത് അവിടെ എനിക്ക് സുരക്ഷിതത്വം നൽകട്ടെ. അപ്പം ഞാൻ കർമ്മം ചെയ്തു പോകുമ്പോൾ അവിടെ എനിക്ക് സുരക്ഷിതത്വം കിട്ടണം. കർമ്മം ചെയ്യുമ്പോൾ എന്ത് പറ്റും? എതിർപ്പുകളുണ്ടാകാം, തടസ്സങ്ങളുണ്ടാകാം. അവിടെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ആരോട് പറയുകയാണ്? ആ ശക്തി വിശേഷത്തോട്, എന്നെ സൃഷ്ടിച്ച ശക്തി വിശേഷത്തോട് പറയുകയാണ്. കാരണം എന്നെ സൃഷ്ടിച്ചത് ആ ശക്തിയാണ്. ആ ശക്തിയുടെ കർമ്മമാണ് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ശക്തി എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. അല്ല, എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുകയാണെങ്കിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യൊന്നും ഇല്ല. അതുകൊണ്ടെന്ന് പറയുകയാണ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങ് എന്തിനാണോ എന്നെ സൃഷ്ടിച്ചത് ആ ലോക പുരോഗതിക്കാണ് ഞാൻ കർമ്മം ചെയ്യുന്നത്. ഇനി 34 യജ്ഞം തന്നെയാണ് ദേവത. ആ ഈശ്വരനോട് പറയുകയാണ്, ആ ഈശ്വര എന്നെ നീ സുഹൃത്തായി കാണണം. സുഹൃത്തായിട്ട് എപ്പോഴാണ് നിൽക്കുക? ആ ശക്തി എന്നെ സൃഷ്ടിച്ചത് ലോക പുരോഗതിക്കായിട്ട് കർമ്മം ചെയ്യാനാണ്. ആ കർമ്മമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെൻ്റെ സുഹൃത്തായിരിക്കും. ഞാൻ അതിനെതിരായിട്ട് നിൽക്കുകയാണെങ്കിൽ എൻ്റെ ശത്രുവായിട്ട് മാറും. അപ്പോൾ എന്ത് പറയുകയാണ്? എന്നെ സുഹൃത്തായി കണക്കാക്കുക. നീ ഹവിസ് സ്വീകരിക്കുന്നു. ഞാൻ ചെയ്യുന്ന കർമ്മമെല്ലാം നീയാണ് സ്വീകരിക്കുന്നത്. ഞാൻ ആർക്ക് വേണ്ടിയാണ് കർമ്മം ചെയ്യുന്നത്? ആ ശക്തിക്ക് വേണ്ടിയാണ് ഹവിസ് അർപ്പിക്കുന്നത്. എൻ്റെ കർമ്മമെല്ലാം ആ ശക്തിക്ക് വേണ്ടിയാണ്. ആ ഹവിസ് നീ സ്വീകരിക്കുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്നത് സ്വീകരിക്കണ്ടിക്ക് അത് ഉദ്ദേശിക്കുന്ന കർമ്മമായിരിക്കണം ഞാൻ ചെയ്യേണ്ടത്. കീർത്തി കോർക്കുന്ന നാമങ്ങൾക്ക് ഉടമയും നീയാണ്. അപ്പം ഈശ്വരനാണ് എല്ലാ കീർത്തികൾക്കും ഉടമ. അപ്പം നമുക്കും കീർത്തി നേടേണ്ടെങ്കിൽ ആ ഈശ്വരനോട് സമാനമായ കർമ്മങ്ങൾ, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ചെയ്തു കൊടുക്കണം. അപ്പം നമ്മൾ കീർത്തിമാന്മാരായിരുന്നു. അദ്ദേഹം നമ്മളെ രക്ഷിക്കും. ആ കർമ്മത്തിലൂടെ നമ്മൾ നീങ്ങുമ്പോൾ നമ്മൾ കീർത്തിമാനാവും. നിങ്ങളുടെ സേനാംഗങ്ങളാൽ എന്നെ രക്ഷിക്കുക. ഈശ്വരൻ്റെ സേനാംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഈശ്വരൻ്റെ സംരക്ഷണം. ഈശ്വരൻ്റെ സംരക്ഷണം നമ്മുടെ കൂടെ ഉണ്ടാകും. അത് സുഹൃത്താകുകയാണെങ്കിൽ, അതായത് ആ ശക്തിക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയല്ല, ആ ശക്തിക്ക് വേണ്ടിയാണ് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ആ സംരക്ഷണം നമുക്ക് എപ്പോഴും ഉണ്ടാകും. എനിക്ക് സമ്പത്ത് ചൊരിയും. അങ്ങനെ ഞാൻ കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലവും എനിക്ക് കിട്ടും. ആ ശക്തി എന്നെ വിജയിച്ചു കൊണ്ടേ പോകും. എങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന കർമ്മം അതിനു വേണ്ടിയാണ്. എന്നെ അത് സൃഷ്ടിച്ചത് ഒരു കർമ്മം ചെയ്യാനാണ്. ആ കർമ്മം ഞാൻ ചെയ്യുകയാണെങ്കിൽ അതിൽ വിജയിക്കുക തന്നെ ചെയ്യും. അതിൽ നിന്ന് ഫലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു. ആ ശക്തിയെ നമസ്കരിച്ചുകൊണ്ട് വേദങ്ങളെല്ലാം പറയുന്നതാണ് നിസ്വാർത്ഥ കർമ്മം. നമ്മൾ ജനിച്ചത് ഒരു കർമ്മം ചെയ്യാനാണ്. ആ കർമ്മം ചെയ്തെന്ന് പുറത്തേക്കോ എനിക്കെന്തെങ്കിലും കിട്ടണം എന്നുള്ള ആഗ്രഹം പാടില്ല. അപ്പോൾ ആ ശക്തി നമ്മുടെ സുഹൃത്താണ്. അല്ലാതെ വേറെ കാല് പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല.
ഇനി 35 ഈശ്വര അങ്ങ് ജ്വലിച്ചുയരുന്ന വിശ്വരൂപമാണ്. ആ ശക്തി വിശേഷം ജ്വലിച്ചുയരുന്ന ഈശ്വര എന്ന് പറയുമ്പോൾ ആ ഈശ്വരനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അവ അങ്ങ് ജ്വലിച്ചുയരുന്ന വിശ്വരൂപമാകുന്നു. അപ്പോൾ അങ്ങേരുടെ അത് യജ്ഞം തന്നെയാണ്. ജ്വലിച്ചുയരുന്ന വിശ്വം, ഈ വിശ്വം ജ്വലിച്ചുയർന്നിട്ട് ഒരു പുരോഗതിയിലേക്ക് കുതിച്ചു പോവുകയാണ്. അപ്പോൾ അതൊരു യജ്ഞമാണ്. ആ ഈശ്വരൻ തന്നെ യജ്ഞമാണ്. ആ യജ്ഞത്തിലാണ് നമ്മൾ നമ്മുടേതായ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത്. വിശ്വത്തിൻ്റെ ഈശ്വരനും നീയാകുന്നു. ഈ വിശ്വത്തിൻ്റെ ഈശ്വരൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യജ്ഞമാണ്. അല്ലാതെ ആ ഈശ്വരനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈശ്വരൻ നമ്മളത് സൃഷ്ടിച്ചത് കർമ്മം ചെയ്യാനാണ്. അപ്പോൾ ആ കർമ്മം ചെയ്യുന്നത് തന്നെയാണ് ഈശ്വരൻ. ആ ഈശ്വരന് വേണ്ടത് ഒരു കർമ്മം ചെയ്ത് ലോകത്തെ മുന്നോട്ടേക്ക് നടക്കുക. അപ്പോൾ ആ കർമ്മം തന്നെ ചെയ്തു കൊടുത്താൽ മതി. അപ്പോൾ യജ്ഞം തന്നെയാണ് ഈശ്വരൻ. അതിനെ രണ്ടായിട്ട് കാണണ്ട. നമ്മൾ സൃഷ്ടിച്ച യജ്ഞം ചെയ്യാനാണ്, അതാ ഈശ്വരനാണ്. അതിനു വേണ്ടത് യജ്ഞമാണ്. ആ യജ്ഞം നമ്മൾ ചെയ്തു കൊടുത്താൽ മതി. അല്ല ഈശ്വരൻ്റെ പടവും വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ദേവയജ്ഞത്തിൻ്റെ നാഥനും നീയാകുന്നു. ലോകത്തിൽ എന്തെല്ലാം യജ്ഞങ്ങൾ നടക്കുന്നുണ്ടോ അതിലെല്ലാം നാഥൻ ആരാണ്? ഈ യജ്ഞം തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ്. ഈശ്വരൻ തന്നെയാണ് യജ്ഞം. ലോകത്തിൻ്റെ നാഥനാണ്. ലോകത്തിൽ നടക്കുന്ന എല്ലാ യജ്ഞങ്ങളുടെയും പിന്നിൽ ഒരു ശക്തിവിശേഷമുണ്ട്. ആ ശക്തിവിശേഷം യജ്ഞത്തിനാണ് പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് യജ്ഞം തന്നെയാണ് ഈ ലോകത്തിൻ്റെ നാഥൻ. ആ യജ്ഞം തന്നെയാണ് ഈശ്വരൻ. രണ്ടായിട്ട് കാണിയൊന്നും വേണ്ട. തനുമനസ്സംഗങ്ങളെ കൊല്ലാതിരിക്കുകയും രക്ഷയ്ക്ക് തടസ്സമായി വന്നെത്തുന്നവരെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുക. അതായത് തനുമനസ്യങ്ങൾ എന്ന് പറയുമ്പോൾ ആധ്യാത്മചിന്തകളിൽ നീക്കുന്നവരെ, ഭൗതിക കർമ്മങ്ങളെല്ലാം തീർന്നിട്ട് അവൻ സ്വസ്ഥമായിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്ന അത്തരം ആൾക്കാർക്ക് കൊല്ലാതിരിക്കുകയും രക്ഷയ്ക്ക് തടസ്സമായി നിൽക്കുന്നതിനെ ഇല്ലാതാക്കുന്നതും ആര് തന്നെയാണ്? അങ്ങ് തന്നെയാണ്. അപ്പോൾ എല്ലാ വിഭാഗത്തിൻ്റെയും സംരക്ഷണം അങ്ങിൽ തന്നെയാണുള്ളത്. ഭൗതികവാദികളുടെ സംരക്ഷണവും യജ്ഞത്തിലൂടെയാണ് നടക്കുന്നത്. യജ്ഞമാണ് ഇവിടെ ദേവത. യജ്ഞത്തിൻ്റെ പിന്നിലുള്ളത് ഈശ്വരനാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞത് യജ്ഞത്തെ തന്നെയായിട്ട് എടുക്കാം, അല്ലെങ്കിൽ മറ്റേ തരത്തിൽ ഈശ്വരനായിട്ട് എടുത്താലും വേണ്ടിയില്ല. അപ്പോൾ ഭൗതിക ലോകത്തിലേക്ക് കർമ്മങ്ങൾ ചെയ്യുന്നവർക്കും നയിക്കുന്നതും യജ്ഞമാണ്. ആധ്യാത്മിക ചിന്തയിലേക്ക് പോകുന്നവരെ രക്ഷിച്ച് അവിടത്തേക്ക് എത്തിക്കുന്നത്, ബ്രഹ്മസാക്ഷാത്കാരത്തിൽ എത്തിക്കുന്നതും ഈ യജ്ഞം തന്നെയാണ്. യജ്ഞം എന്ന ഈശ്വരൻ തന്നെയാണ്. നിന്നിലെ വിവേകത്തെ ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം യജ്ഞം ചെയ്യേണ്ടിക്കെന്ത് വേണം? വിവേകം വേണം, ജ്ഞാനം വേണം. ജ്ഞാനമുണ്ടെങ്കിൽ, വിവേക അറിവും ജ്ഞാനവും എല്ലാം ഉണ്ടെങ്കിൽ യജ്ഞം പൂർണ്ണമാവുകയുള്ളൂ. നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും, ഇനിയിപ്പോൾ സന്യസിക്കാൻ പോകുന്നുണ്ടെങ്കിലും അതിന് ശരിയായ അർത്ഥം മനസ്സിലാക്കിയിട്ട് പോകണം. അല്ലാതെ എന്തൊക്കെ ഒരു ഉടുപ്പ് എടുത്ത് ചുറ്റിയിട്ട് ഞാൻ സന്യസിയാണെന്നും പറഞ്ഞ് നടന്നുകൊണ്ടൊന്നും കാര്യമില്ല. അതിന് ചില വഴികളുണ്ട്. അത് ജ്ഞാനമുള്ളവർക്കേ മനസ്സിലാവുള്ളൂ. ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവരാണെങ്കിലും അതിന് ചില വഴിയുണ്ട്. അതുപോലെ ഒരു ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നതിനാണെങ്കിലും അതിനൊരു ശരിയായ വഴിയുണ്ട്. അപ്പോൾ വിവേകമുള്ളവർക്ക്, ജ്ഞാനമുള്ളവർക്ക് മാത്രമേ യജ്ഞം നടത്താൻ പറ്റുകയുള്ളൂ. ഒന്നും അറിയാത്തവൻ എങ്ങനെ ഒരു ചായ ഉണ്ടാക്കാൻ അറിയാത്തവൻ എങ്ങനെ ചായ ഉണ്ടാക്കണം? അപ്പം നിന്നിലെ വിവേകത്തെ ഞങ്ങൾ വ്യക്തമായും മനസ്സിലാക്കുന്നുണ്ട്. യജ്ഞത്തിൻ്റെ പിന്നിൽ വിവേകമുണ്ട്. ഓരോ യജ്ഞം ചെയ്യേണ്ടെങ്കിലും അതിനെന്തുണ്ട്? അതിൻ്റേതായ വഴിയുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് പോകണം. അങ്ങനെയാണ് സാക്ഷാത്കാരം നേടുന്നത്. അങ്ങനെ സാക്ഷാത്കാരം നേടണം. ഇനി 36 അഗ്നിയാണ് ദേവത. അഗ്നി സൽവഴിയിലൂടെ നമ്മളെ നയിക്കട്ടെ. അഗ്നി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നത്. ആ യജ്ഞം 2 തരത്തിലാകാം. നല്ലതിനുമാകാം, ആൾക്കാർക്ക് പാര വെക്കാനുമാകാം. എല്ലാ യജ്ഞം തന്നെയാണ്. ഒരാളെ സഹായിക്കുന്നത് യജ്ഞമാണ്, ഒരാൾക്ക് പാര വെക്കുന്നത് യജ്ഞമാണ്. നമ്മൾ എന്ത് ചെയ്യുന്ന കർമ്മങ്ങളും സൽ
വഴിയിലൂടെ നീ നയിക്കട്ടെ. ലോക പുരോഗതിക്കായിട്ടാണ് നമ്മൾ യജ്ഞം ചെയ്യേണ്ടത്. അല്ലാതെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കാൻ തരത്തിലുള്ള യജ്ഞങ്ങൾ ചെയ്തുകൂടാ. സമ്പൂർണ്ണ ലോകങ്ങളുടെയും നായകനായ അഗ്നിക്ക് എന്തറിയാം? ഞങ്ങളുടെ സൽപ്രവർത്തികളെയൊക്കെയും അറിയാം. നമ്മൾ ചെയ്യുന്ന എല്ലാ യജ്ഞങ്ങളെപ്പറ്റിയും അഗ്നിക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പം നമ്മൾ അഗ്നിയാണ്, അത് കർമ്മം, നമ്മൾ ചെയ്യുന്ന കർമ്മമെല്ലാം പൂർത്തീകരിക്കുന്ന അഗ്നിക്കാണ്. അപ്പോൾ അഗ്നിക്കറിയാം ഇവൻ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ നല്ല ചെയ്യുമ്പോൾ അതിനറിയാം അത് തന്നെയാണ് ചെയ്യുന്നത്, അതിനറിയാം ഇവൻ നല്ലതാണ് ചെയ്യുന്നത്. നമ്മൾ വല്ല വേറെ ദോഷത്തിനാണ് അഗ്നി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഊർജം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അഗ്നിക്കും അത് അറിയുമോ ആളെ ദോഷം മറ്റവനെ പാരവെക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ അഗ്നിക്കറിയാതെ ഒന്നുമില്ല. നമ്മളെ പ്രവർത്തികളെ പറ്റി അഗ്നിക്ക് നല്ല ബോധ്യം ഉണ്ട്. ഞങ്ങൾ എപ്പോഴാണോ വരുമാറി ചിന്തിക്കുവാൻ കളങ്കത്തിലേക്ക് തിരിയുന്നത്, അപ്പോൾ അതിൽ നിന്നും നമ്മളെ ദൂരത്തേക്ക് മാറ്റണം. അതുകൊണ്ട് നിനക്കറിയാം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതിനാണോ മോശമാണോ എന്ന്. അപ്പം എപ്പോഴെങ്കിലും നമ്മളങ്ങനെ ഒരു തെറ്റായ കർമ്മത്തിലേക്ക് അഗ്നി ഉപയോഗിച്ചിട്ട് കർമ്മം ചെയ്യാൻ പോവുകയാണെങ്കിൽ എൻ്റെ നേർവഴിയിലേക്ക് നയിക്കണേ, തെറ്റിൽ നിന്ന് മാറ്റണേ എന്ന് പറയാമെന്ന് വെച്ചാൽ എൻ്റെ ചിന്തയിലും അഗ്നിയാണ് പ്രവർത്തിക്കുന്നത്. തലയിൽ ചില രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, അതിലൂടെയാണ് ചിന്തകൾ ഉണ്ടാകുന്നത്. അപ്പം അവിടെ വെച്ച് ചിന്തയിൽ നീ അത് ചെയ്യണ്ട എന്ന് എന്നെ പ്രേരിപ്പിക്കുക. ഞാൻ ഒരു തെറ്റാണ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ചിന്തയിലൂടെ അഗ്നിക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു ചിന്ത വരും, അവർ 2 ഇട്ട് കൊടുത്താൽ വേണ്ട. ഇങ്ങനെ 2 ആശയം ഉണ്ടാകുമ്പോൾ അഗ്നി അവിടുന്ന് എവിടത്തേക്ക് എത്തിക്കണം? വേണ്ട, അവനെ അങ്ങ് വിട്ടേ, ആ ചിന്താഗതിയിലേക്ക് മാറ്റണം. അതായത് തെറ്റായ പ്രവൃത്തിയാണ്, കൊടുക്കേണ്ടത് നല്ല ആവശ്യമുള്ളതാണ്, കൊടുത്തല്ലേ പറ്റും. അതുകൊണ്ട് അങ്ങേക്ക് ഞാൻ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഇനി 37 അഗ്നി തന്നെയാണ് ദേവത. ആരാധ്യരായ ഈ അഗ്നി ഞങ്ങൾക്ക് സുരക്ഷിത മാർഗങ്ങൾ കാണിച്ചു തരട്ടെ. അഗ്നി സുരക്ഷിതമായ മാർഗമെല്ലാം കാട്ടിത്തരും. അഗ്നി തന്നെയാണ് കാട്ടിത്തരുന്നത്. ഇപ്പം ഭൂമി മുഴുവൻ വെള്ളത്തിൽ മുങ്ങാൻ പോവുകയാണെങ്കിൽ അഗ്നി വന്നിട്ട് പറയും, നീ റോക്കറ്റ് കത്തിച്ചങ്ങ് മുകളിലോട്ടേക്ക് പോയാൽ നിനക്ക് വേണ്ടി അവിടെ പോയി താമസിക്കാം. അപ്പം നമ്മൾ റോക്കറ്റിൽ അഗ്നിയുടെ സഹായത്താൽ കയറിപ്പോകും. അപ്പം ഞങ്ങൾക്ക് സുരക്ഷിത മാർഗങ്ങൾ കാട്ടിത്തരിക. ശത്രുക്കളെ ഇല്ലാതാക്കട്ടെ. ശത്രുക്കളെ ഇല്ലാതാക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ പ്രതിബന്ധങ്ങളെയും ഇല്ലാതാക്കണ്ടെങ്കിൽ അഗ്നിയുടെ സഹായത്താൽ അതിനെ മറികടക്കാൻ ശ്രമിക്കണം. ഊർജത്തിൻ്റെ സഹായത്താൽ പോരാട്ടങ്ങളിൽ ഞങ്ങളുടെ മഹിമ വാഴ്ത്തപ്പെടണം. നിന്റെ മഹിമ വാഴ്ത്തപ്പെടട്ടെ. പോരാട്ടത്തിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഊർജമാണ്. ഊർജം ഉണ്ടെങ്കിലേ പോരാടാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ മനുഷ്യരെന്ന നിലയിൽ ഒരാളുമായിട്ട് പോരാടുന്നുണ്ടെങ്കിൽ തന്നെ ഊർജ ശരീരശക്തിയെല്ലാം ഉണ്ടായേ പറ്റുള്ളൂ. ആ മഹത്വത്തിലൂടെ എന്ത് പറ്റും? ശത്രുക്കളെ ഇല്ലാതാകട്ടെ. അപ്പം നമ്മൾ ശത്രുക്കളെ ഇല്ലാതാക്കിക്ക് ഊർജ്ജസ്വലരായി പ്രവർത്തിക്കണം. പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ ശത്രുത എന്ന് പറഞ്ഞ ആൾ മാത്രമല്ല, ഏത് പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്യാൻ ഊർജം ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കണം. ഇനി 38 വിഷ്ണുവാണ് ദേവത. വിഷ്ണു അല്ല, ഇവിടെ അഗ്നി തന്നെയാണ്. വിഷ്ണു അഗ്നിയെല്ലാം ഒന്ന് തന്നെ. ഇവിടെ യജ്ഞത്തെയാണ് പറയുന്നത്. യജ്ഞവും അഗ്നിയും വിഷ്ണു തന്നെയാണ് യജ്ഞം. നേരത്തെ പറഞ്ഞല്ലോ, ഈശ്വരൻ തന്നെയാണ് യജ്ഞം തന്നെയാണ് ഈശ്വരൻ. ഹേ യജ്ഞമേ, നീ എല്ലായിടവും വ്യാപിച്ചിരിക്കുന്നു. ഇവിടെ ദേവത വിഷ്ണു ആണെങ്കിൽ വിഷ്ണു എല്ലായിടവും വ്യാപിച്ചിരിക്കുന്നു. ഹേ യജ്ഞമേ എന്ന് പറയുമ്പോൾ യജ്ഞവും വിഷ്ണു എല്ലായിടവും വ്യാപിച്ചിട്ട് എല്ലാ യജ്ഞങ്ങളെയും നിയന്ത്രിക്കുമ്പോൾ യജ്ഞമേ നീ എല്ലായിടവും വ്യാപിച്ചിരിക്കും. യജ്ഞവും ഈ ലോകത്തിലെല്ലായിടവും യജ്ഞമുണ്ട്. ഞങ്ങൾക്ക് താമസിക്കാനായി വിസ്തൃതമായ സ്ഥലം നീ നൽകുക. നമ്മൾ ഈ യജ്ഞത്തിലൂടെയാണ് സ്ഥലങ്ങൾ, നമുക്ക് താമസിക്കേണ്ട സൗകര്യങ്ങൾ. ഇപ്പോൾ ഒരു കാട് വാരിയുള്ള പണ്ട് കാടല്ലായിരുന്നെങ്കിൽ മനുഷ്യൻ അവിടെ പോയി അതിൻ്റെ ഇടയ്ക്ക് താമസിക്കാനുള്ള സെറ്റപ്പെല്ലാം ഉണ്ടാക്കിയെടുക്കും. യജ്ഞത്തിലൂടെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ നിവാസ സ്ഥാനങ്ങൾ, കെട്ടിടങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ എന്തെല്ലാം യജ്ഞം ചെയ്താലല്ലേ ഒരു കെട്ടിടം ഉണ്ടാവുകയുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ അഗ്നി എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ യജ്ഞം പറഞ്ഞു അഗ്നി എല്ലാവരും തന്നെയാണ്, വിഷ്ണു തന്നെയാണ്. അഗ്നി നീ കൃതത്തിൽ നിന്നാണ് ജനിച്ചത്. കൃതം എന്ന് പറഞ്ഞാൽ എണ്ണയിൽ നിന്നാണ്. അഗ്നി ഉണ്ടാകണമെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വേണം, ഒരു കൃതം വേണം. ഇവിടെ എണ്ണ എന്ന് പറഞ്ഞാലും
എണ്ണ മാത്രമൊന്നുമല്ല, വിറകിനകത്തുള്ള നീര് അതും എണ്ണ തന്നെയാണ്. ഇന്ന് ഗ്യാസും കൃതം തന്നെ. നീ കൃതത്തിൽ നിന്നാണ് ജനിച്ചത്. സന്തോഷം ലഭിക്കാനായിട്ട് ഞാൻ കൃതം സമർപ്പിക്കുന്നു. നമുക്ക് സന്തോഷം കിട്ടണമെങ്കിൽ എന്തെങ്കിലും കർമ്മം ചെയ്തിട്ട് ഫലം കിട്ടാൻ എന്തോ കാര്യം നേടാൻ വേണ്ടിയാണ്. കാര്യം നേടാൻ വേണ്ടിയിട്ട് യജ്ഞം വേണം. യജ്ഞം ചെയ്തിട്ടുണ്ടെങ്കിൽ ഊർജ്ജമേ ഉള്ളൂ. അതെങ്ങനെയാണ്? അഗ്നിയിലൂടെയാണ്. ഇപ്പം ചോറ് വിശക്കുന്നു, സന്തോഷം കിട്ടണമെങ്കിൽ ചോറുണ്ടാക്കണം. ചോറുണ്ടാക്കണ്ടെങ്കിൽ അരി എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് അഗ്നിയുടെ മൂട്ടിൽ വെച്ചു കൊടുക്കണം. അങ്ങനെ നീ ഞങ്ങളെ യജമാനെ എല്ലാം രക്ഷിക്കുക. ഇനി 39 സൂര്യനോട് പറയുകയാണ്, അങ്ങിൽ നിന്നുണ്ടായ അനുഗ്രഹമാകുന്നു ഇതെല്ലാം. നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹമെല്ലാം സൂര്യനിൽ നിന്നാണ്. സൂര്യനാണ് മഴയെല്ലാം പെയ്യിപ്പിക്കുന്നത്, വെളിച്ചം തരുന്നത് എല്ലാം. അതുകൊണ്ടാണ് ചെടികൾ വളരുന്നത്. അപ്പോൾ എല്ലാം നിന്നിൽ നിന്നാണ്, നിന്റെ അനുഗ്രഹമാണ്. അത് നീ ഉറപ്പിച്ച് നിർത്തുക. നമുക്കുള്ള ഈ സൗഭാഗ്യങ്ങൾ തരുന്നത് നീ എപ്പോഴും ഉറപ്പിച്ച് നിർത്തണം. ആദരവില്ലാതെ ആരും ആ സൂര്യനോട് നേരെ പെരുമാറുന്നത് എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ഈ എല്ലാ സൗഭാഗ്യങ്ങളും ഇവിടെ ഉണ്ടാകുന്നതിന് ഏക കാരണക്കാരൻ ആ സൂര്യനാണ്. ആ സൂര്യനാണ് നമ്മുടെ യജ്ഞങ്ങളിലേക്ക് നയിക്കുന്നത്. നമുക്ക് ഊർജം തരുന്നതിൻ്റെ സ്രോതസ്സും സൂര്യനാണ്. ദേവസോമത്തിന് തുല്യമായ നീ ദേവസന്നിധിയിൽ പ്രവേശിച്ചിരിക്കുന്നു. ദേവസോമത്തിന്, സോമം എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് എന്നാണ്. ഊർജവും സോമമാണ്. സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ആകർഷണവും ബലവും രശ്മികളും എല്ലാം സോമം തന്നെയാണ്. ഐശ്വര്യം വർദ്ധിച്ച ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. അതായത് എന്ത് കാര്യം നേടുന്നതിനും നമ്മൾ സൂര്യനെയാണ് സമീപിക്കുന്നത്. കാരണം നമ്മളെ കർമ്മങ്ങളെല്ലാം നയിക്കുന്നത് നാഡികളിലൂടെ കൺട്രോൾ ചെയ്യുന്നത് സൂര്യനാണ്. നമുക്കിവിടെ എന്തെല്ലാം ഭൂമിയിലും വിഭവങ്ങൾ ഉണ്ടാകുമോ അതെല്ലാം സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട്. നല്ല കൃഷി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ കാലാവസ്ഥ തന്നെയാണ് അതിന് കാരണം. ആ കാലാവസ്ഥയ്ക്ക് പിന്നിലുള്ളത് സൂര്യൻ തന്നെയാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും നിന്റെ അടുത്തേക്കാണ് വരുന്നത്. നിന്നെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ഈ കയറിൽ നിന്നും രക്ഷപ്പെടട്ടെ. അപ്പം നമ്മളിവിടെ ഒരു കയറിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഈ ഭൂമിയിൽ. അപ്പം ഈ കയറിൽ നിന്ന് മോചനം ലഭിക്കുക എപ്പോഴാണ് പറ്റുക? നമ്മളെ കർമ്മങ്ങളെല്ലാം തീർന്നു കഴിയുമ്പോഴും നമ്മളെ മുക്തമാക്കിയിട്ട് അങ്ങ് മുകളിലോട്ടേക്ക് കൊണ്ടുപോയിക്കോളും. അതുവരെ ഇവിടെ സൂര്യൻ നമ്മളെ ഭൂമിയിൽ കെട്ടിയിട്ടിരിക്കുകയാണ് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരെയും പരസ്പരം കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം ഇതിൽ നിന്നുള്ള മോചനം ആര് വിചാരിച്ചാലേ പറ്റുള്ളൂ? സൂര്യൻ വിചാരിച്ചാലേ പറ്റുകയുള്ളൂ. അല്ലേ ഇവിടെ കിടന്നിട്ട് ഈ കയറിൽ ബന്ധിപ്പിച്ചിട്ട് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുകയാണ്. ഇനി 40 നീ വ്രത സംരക്ഷകനാകുന്നു. എല്ലാ വ്രതങ്ങളെയും സംരക്ഷിക്കുന്നത് അഗ്നിയാണ്. വ്രതം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ എന്തൊക്കെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് മനസ്സിനെയും ശരീരത്തെയും എല്ലാം ആ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നതിനാണ് വ്രതമായിട്ട് എടുക്കേണ്ടത്. വ്രതം നോക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി, അതേ അർത്ഥമുള്ളൂ. എല്ലാതെ പട്ടിണി കിടക്കുക എന്നെല്ലാം പറയുന്നത് ആയിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പട്ടിണി കിടക്കുന്ന ഒരു ലക്ഷ്യം തന്നെ, ഞാനിന്നൊന്നും ഭക്ഷണം കഴിക്കില്ല എന്ന് തീരുമാനിക്കുന്ന വ്രതം തന്നെയാണ്. വ്രതം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള അതുവരെ രാവണൻ്റെ മാതിരിയാണ് നമ്മൾ. നമുക്ക് കുറേ തലയുണ്ട്. ഒരു തല വടക്കോട്ടേക്ക് പോകും, ഒരു തല തെക്കോട്ടേക്ക് പോകും. അപ്പോൾ ഓരോ സമയവും ഒന്ന് ചെയ്തിട്ട് പിന്നെ മറ്റേൻ്റെ പിന്നാലെ പോകുന്ന തരത്തിലാണ്. വ്രതം എന്ന് പറയുമ്പോൾ അതില്ല, ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക്. അപ്പം അഗ്നി വ്രത സംരക്ഷകനാണ്. ഒരൊറ്റ യജ്ഞം ചെയ്യുമ്പോഴാണ് അഗ്നി അവിടെ വന്നിട്ട് അത് സാധിപ്പിച്ചു തരുന്നത്. അല്ലാതെ പല കാര്യം ചെയ്യുമ്പോൾ അത് സുഖമല്ല. അപ്പം ഒരു വ്രതം അനുഷ്ഠിക്കുമ്പോൾ അഗ്നി നീ വ്രത സംരക്ഷകനാണ്. ആ രൂപത്തിൽ നമ്മളെ വ്രതങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. നിന്റെ രൂപം എന്നിലേക്ക് വരികയും
അഗ്നിയുടെ രൂപം എന്നിലേക്ക് വരുന്നു. അഗ്നിയുടെ ഊർജത്തിൻ്റെ രൂപം എന്നിലേക്ക് വരുമ്പോൾ ഞാൻ എന്താവും? നല്ല ഊർജവാനായി മാറും. അപ്പോൾ ഞാൻ അഗ്നി തന്നെയായിട്ട് മാറും. ഒന്നും കഴിക്കാതെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ താഴ്ന്നിരിക്കും. കഴിക്കുമ്പോൾ ആ ഭക്ഷണത്താണ് നമ്മളെ ഊർജമായിട്ട് പുറത്തേക്ക് വരുന്നത്, നമ്മളിലൂടെ പുറത്തേക്ക് വരുന്നത്. അപ്പം നമ്മളെന്തായി മാറുകയാണ്? അഗ്നിയായി തന്നെ മാറുകയാണ്. അല്ലേ, അവൻ ജ്വലിച്ചുയരുന്നു എന്നെല്ലാം പറഞ്ഞു കേട്ടില്ല. അവൻ ജ്വലിച്ച് തിളങ്ങിക്കിടക്കുകയാണെന്നെല്ലാം പറയുമ്പോൾ അവനിലുള്ള ഊർജമാണ് അവനെ ആ അവസ്ഥയിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒടിഞ്ഞു കിടക്കും. ആ ഭക്ഷണത്തിലുള്ള അഗ്നി അങ്ങ് ഉള്ളിൽ ചെല്ലുമ്പോഴാണ് അഗ്നി തന്നെയാണ് ഉണർന്ന് അഗ്നിരൂപമായി ഇപ്പോൾ പ്രാപിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, നിന്റെ രൂപം എന്നിലേക്ക് വരികയും എൻ്റെ ഈ രൂപം നിൻ്റേതായി മാറുകയും ചെയ്യും. ഞാനപ്പോൾ അഗ്നിക്ക് സമാനമായിട്ട് മാറും. വ്രതപതിയുടെയും എൻ്റെയും വ്രതങ്ങൾ ഒന്നായി തീരട്ടെ. വ്രതപതിയുടെയും എൻ്റെയും എന്ന് പറയുമ്പോൾ എല്ലാം നമ്മൾ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? ആ ഈശ്വരന് വേണ്ടിയാണ്. അപ്പം ഈശ്വരൻ നമ്മളെ സൃഷ്ടിച്ച് എന്തിനു വേണ്ടിയാണോ ആ കർമ്മം തന്നെയാണ്, വ്രതമാണ് നാനും അനുഷ്ഠിക്കേണ്ടത്. ഈശ്വരൻ എന്താണോ എന്നിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കർമ്മം തന്നെ ഞാൻ അങ്ങേക്ക്, എൻ്റെ മനസ്സും ആ ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങണം. തപസ്സുകളുടെ നാഥൻ, ഇതിൻ്റെ എല്ലാം നാഥൻ ആരാണ്? ആ ഈശ്വരനാണ്. എൻ്റെ ദീക്ഷ അംഗീകരിക്കട്ടെ. ഞാൻ എന്തിനു വേണ്ടിയാണോ കർമ്മം ചെയ്യുന്നത് അത് അംഗീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങേരുടെ കർമ്മം തന്നെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഇനി 41 ഹേ യജ്ഞമേ, വിഷ്ണുവാകുന്ന നീ എല്ലായിടവും വ്യാപിച്ചാലും. യജ്ഞം വിഷ്ണു തന്നെയാണ്. വിഷ്ണു എന്തിനാണ് വന്നത്? ലോകത്തെ പരിപാലിക്കാനാണ്. പരിപാലിക്കുക എന്ന് പറഞ്ഞത് യജ്ഞമാണ്. അപ്പം വിഷ്ണു എന്ന് പറയുന്നത് യജ്ഞം തന്നെയാണ്. അത് എല്ലായിടവും വ്യാപിക്കും. ലോകത്തിൽ യജ്ഞമില്ലാത്ത സ്ഥലമുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്ഥാപിക്കുവാനുള്ള കേന്ദ്രങ്ങൾ നിർമ്മിച്ചാലും, യജ്ഞത്തിലൂടെ നമുക്ക് എല്ലായിടവും സ്ഥാപിക്കാനുള്ള വ്യാപക കേന്ദ്രങ്ങൾ നിർമ്മിച്ചാലും നമുക്ക് താമസിക്കാനുള്ള, സുഖമായിട്ട് താമസിക്കാനുള്ള സ്ഥലം ലോകത്തിൽ എല്ലായിടവും വ്യാപിച്ചിട്ടുണ്ട്. പറ്റുമെങ്കിൽ ചന്ദ്രനിലും നമുക്ക് താമസിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കിത്തരണം, മറ്റുള്ള ഗ്രഹങ്ങളിലും ഉണ്ടാക്കിത്തരണം. അതാരോട് പറയാണ്? യജ്ഞത്തോട്. അഗ്നി നിന്റെ ഉത്ഭവം ഘൃതത്തിൽ നിന്നാണ്. നേരത്തെ പറഞ്ഞാണ്, ഘൃതത്തിൽ നിന്നാണ് അഗ്നി ഉണ്ടാവുക. അതുകൊണ്ട് നിന്റെ ഉന്നതിക്കായിട്ട്, നിന്നെ സന്തോഷിപ്പിക്കാനായിട്ട് ഞാൻ ഘൃതം നൽകുന്നു. പിന്നെ എണ്ണ കൊടുക്കാതെ അഗ്നി ജ്വലിക്കില്ലല്ലോ. കുറേ എണ്ണ കൊടുത്തു കഴിഞ്ഞാൽ, നല്ല എണ്ണ കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം ജ്വലിച്ചു തരും. അത് നല്ല സന്തോഷം അർപ്പിക്കുന്നു. നീ യജമാനനെ സംരക്ഷിക്കുക. അതുകൊണ്ട് അങ്ങനെ നീ എന്നെ സംരക്ഷിക്കണം. ഇനി 42 പരമമായ ദേവ, ഞാൻ നിന്നിലേക്ക് വരുമ്പോൾ മറ്റുള്ളവരെ മാറ്റി നിർത്തുന്നു. അതായത് അഗ്നി ഊർജം മാത്രമാണ് നമുക്ക് സംരക്ഷണത്തിനായിട്ട് ഉള്ളത്. അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് വേറൊന്ന് ഇല്ല. പാലിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. പാല് കഴിക്കുന്നതിന് പകരം വേറെ ഫ്രൂട്ട്സും മറ്റേ അത് ഇതുവരെ കഴിച്ചാൽ മതി. പക്ഷെ അഗ്നിക്ക് പകരം വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. ഊർജത്തിന് പകരം വേറൊന്നുമില്ല, ഊർജം മാത്രം. മറ്റുള്ളവർക്ക് സമീപമൊന്നും ഞാൻ പോകുന്നില്ല. കാരണം എല്ലാ കാര്യത്തിനും ഏകമായി ഈശ്വരനാണ് അഗ്നി എന്ന് നേരത്തെ തന്നെ പറഞ്ഞു വരുന്നത്. അകലെയുള്ളവരെക്കാൾ അടുത്തായിട്ട് ഞാൻ നിന്നെ കാണുന്നു. നമുക്ക് ഏറ്റവും അധികം അടുത്ത് സമീപിക്കാൻ പറ്റുന്ന ഊർജം തന്നെയാണ് നമ്മളെ സഹായിക്കുന്ന ഫ്രണ്ട്. നമ്മളെ ഏറ്റവും അടുത്തുള്ളത് നമ്മൾ തന്നെയുണ്ട്, നമ്മളെ ശരീരത്തിൽ ചൂടുണ്ട്. ഇപ്പം എവിടെയൊക്കെ ഒന്ന് ചൂടാക്കണമെങ്കിൽ വെറുതെ അവിടെ കിടന്നിട്ട് ഇങ്ങനെ വരച്ചാൽ മതി, അവിടെ ചൂടായി പോകും. ഒന്ന് ചൂടാക്കണം എന്ന് വെച്ചാൽ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മളെ സഹായിക്കുന്ന ഏറ്റവും അടുത്ത ഫ്രണ്ട് ആര് തന്നെയാണ്? അഗ്നി തന്നെയാണ്. അതാണ് ഏറ്റവും നമ്മളെ അടുത്ത് ഉള്ളത്. ദേവയജ്ഞത്തിനേക്കെല്ലാം വേണ്ടിയിട്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വരികയാണ്. ദേവയജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ചെയ്യുന്നത് ഈ ലോക പുരോഗതിക്ക്, ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകൾ തന്നെയാണ്. അപ്പോൾ ആ യജ്ഞങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഞാൻ നിന്റെ അടുത്തേക്കാണ് വരുന്നത്. ആരുടെ അടുത്തേക്ക്? എന്ത് യജ്ഞം ഞാൻ നടത്തുന്നുണ്ടെങ്കിലും ഞാൻ
അഗ്നിയുടെ അടുത്തേക്കാണ് വരുന്നത്. അഗ്നി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ കൃപയോ അനുഗ്രഹവും നമുക്ക് ലഭിക്കട്ടെ. അഗ്നിയുടെ കൃപയോ അനുഗ്രഹം ഉണ്ടെങ്കിൽ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ എന്ത് സൗകര്യമാണ്. ഇലക്ട്രിസിറ്റി ഇല്ലെന്നൊന്ന് ചിന്തിച്ചു നോക്കി. അപ്പോൾ ഊർജ്ജമില്ലാതെ ഒരു തീ ഇല്ലെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു ദിവസം വീട്ടിൽ തീപ്പട്ടിയില്ല, തീ ഉണ്ടാക്കേണ്ട വേറെ സൗകര്യമൊന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര പ്രയാസമായിരിക്കും. ആ കാര്യം ഒന്നും ആ വീട്ടിൽ നടക്കില്ല. ഇപ്പൊ കറണ്ട് പോയാൽ തന്നെ ഒന്നും നടക്കാതെ, അത് ഊർജം തന്നെയാണല്ലോ. വിഷ്ണുവിനെ സമർപ്പിക്കുന്ന ഈ ഔഷധി മനുഷ്യരെ ജീവിപ്പിക്കട്ടെ. ഔഷധിയിലുള്ളത് എന്ത് തന്നെയാണ്? ഊർജം തന്നെയാണ്. ഔഷധിയിലുള്ള ഊർജമാണ് മനുഷ്യരെ രക്ഷിക്കുന്നത്. വിഷ്ണുവിലേക്ക് സമർപ്പിക്കുന്ന നമ്മൾ എന്ത് കൊടുക്കുന്നത് ആർക്കാണ്? ഈശ്വരനാണ് ഏൽപ്പിക്കുന്നത്. വിഷ്ണുവിലേക്ക് സമർപ്പിക്കുന്ന ഔഷധം എന്ന് പറയുമ്പോൾ നമ്മളെ ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഈ ജാലത്തുള്ള ഈശ്വരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഔഷധം കഴിക്കുന്നു. അപ്പം ഈശ്വരന് തന്നെയാണ് നമ്മൾ ഔഷധം കൊടുക്കുന്നത്. ആ ഈശ്വരൻ തന്നെയാണ് നമ്മളെ രക്ഷിക്കുന്നത്. നമുക്ക് രോഗം വന്നാൽ നമ്മൾ മരുന്ന് ഉള്ളിലേക്ക് കൊടുക്കുന്നു. ആരെ രക്ഷിക്കാൻ വേണ്ടി? നമ്മളെ രക്ഷിക്കാൻ വേണ്ടി. നമ്മളാരാണ്? ഈശ്വരനാണ്. ഉള്ളിലുള്ള ആ ഈശ്വരനാണ്. ആ ഉള്ളിലുള്ള ഈശ്വരനെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഐശ്വര്യങ്ങൾ കൊടുക്കുന്നു. ആ ഈശ്വരൻ രക്ഷിക്കണമെന്ന് തോന്നിയാണെങ്കിൽ ആ ഔഷധം എടുത്തിട്ട് നമ്മളെ രക്ഷിക്കും. ശാസ്ത്രങ്ങളൊന്നും അവനിൽ ഉപദ്രവം ഉണ്ടാക്കരുത്. ശാസ്ത്രങ്ങളൊന്നും അവനിൽ ഉപദ്രവം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ ശാസ്ത്രം ശരിയായ രീതിയിൽ ഉപയോഗിക്കണം. ശാസ്ത്രം തെറ്റായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ശരിയായ മരുന്ന് കഴിക്കുന്നതിന് പകരം തെറ്റായ മരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തട്ടിയും പോകും. ശാസ്ത്രമൊന്നും അവന് ഉപദ്രവകരമായി മാറരുത്, ഉപദ്രവം ഉണ്ടാക്കരുത്. അപ്പം ശാസ്ത്രം പ്രയോഗിക്കുന്നത് വിഷ്ണുവിന് വേണ്ടിയാണ്, ലോക നന്മയ്ക്ക് വേണ്ടിയാണ്, ലോകത്തെ സുന്ദരമായ ലോകത്തിലേക്ക് മാറ്റാൻ വേണ്ടിയാണ്, അല്ലാതെ നാശത്തിലേക്ക് ആകരുത്. പിന്നെ 43-ലും യജ്ഞമാണ് ദേവത. യജ്ഞത്തോട് പറയുകയാണ്, നീ ആകാശത്തിലും അന്തരീക്ഷത്തിലൊന്നും വൈഷമ്യം ഉണ്ടാക്കരുത്. നമ്മുടെ യജ്ഞങ്ങൾ അന്തരീക്ഷത്തിലും ആകാശത്തിലും ഒന്നും വൈഷമ്യങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ മലിനീകരണം എല്ലാം തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ യജ്ഞങ്ങൾ നടത്തുമ്പോൾ കുറേ പുകയും മറ്റുമെല്ലാം അന്തരീക്ഷത്തിലേക്ക് പോകും, അന്തരീക്ഷം മലിനമായി തീരും. അതുകൊണ്ട് അന്തരീക്ഷ മലിനീകരണം പോലെയുള്ളതൊന്നും നമ്മൾ ചെയ്തുകൂടാ. മാത്രമല്ല ഭൂമിയുമായി എപ്പോഴും സൗഹൃദത്തിൽ തന്നെ ആയിരിക്കണം. ഭൂമിയെ ഒരു സൗഹൃദ ബന്ധത്തിൽ നിർത്തണം എന്ന് പറഞ്ഞാൽ ഭൂമിക്കും ദോഷം ചെയ്തുകൂടാ. യജ്ഞങ്ങളെല്ലാം ചെയ്യുമ്പോൾ അന്തരീക്ഷ മലിനീകരണം ഉണ്ടായിക്കൂടാ, ഭൂമിക്ക് ദോഷങ്ങൾ സംഭവിച്ചുകൂടാ. ഭൂമിയെ സൗഹൃദത്തിൽ നിർത്തണം. നമ്മളിന്ന് അഗ്നിയെല്ലാം ഉപയോഗിച്ചിട്ട് യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ ഭൂമിയെ അതിനകത്തുള്ള വേസ്റ്റ്, ബിസ്ക്കറ്റ് എന്താ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള വേസ്റ്റെല്ലാം പ്രകൃതിയെ മലിനമാക്കുന്ന തരത്തിൽ തള്ളിവിടും, പുഴയിലേക്ക് തള്ളിവിടും, വ്യവസായങ്ങൾ നടത്തും, എല്ലാം അഗ്നി ഉപയോഗിച്ച് തന്നെയാണ്. പക്ഷേ ഭൂമിയെ മലിനമാക്കുന്നുണ്ട്, അന്തരീക്ഷത്തെ മലിനമാക്കുന്നുണ്ട്. അത് ചെയ്തുകൂടാ. ഹേ യജ്ഞാഗ്നി എന്ന് പറയുകയാണ്. യജ്ഞത്തിലെ അഗ്നിയോട് പറയുകയാണ്. അതായത് യജ്ഞം ചെയ്യുക, അഗ്നി ഉപയോഗിച്ചിട്ട് യജ്ഞം ചെയ്യുക. അതിന് എന്നിട്ട് എന്ത് വേണം? ആ മഴുവിനാൽ. യജ്ഞം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒന്നിനെ മറ്റൊന്നാക്കി മാറ്റാൻ വേണ്ടി. അതുകൊണ്ടാണ് മഴുവ് എന്താണ് ചെയ്യുക? മരത്തെ മുറിച്ചിട്ട് ആ സ്ഥലത്ത് വരുമ്പോൾ വേറെ നട്ടുപിടിപ്പിക്കുകയോ എന്തോ ചെയ്യും. പക്ഷെ അതെന്തിനു വേണം? ബാധ്യതാരകത്തിലേക്ക് എത്തിക്കണം. നമ്മുടെ ലോക പുരോഗതിക്ക് വേണ്ടിയിട്ട് യജ്ഞമാകുന്ന അഗ്നി ഉപയോഗിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്ത് ലോകത്തെ ബാഹ്യതാരകത്തിലേക്ക് എത്തിക്കണം. അങ്ങനെ ഉന്നത നിലയിലേക്ക് എത്തിക്കണം. അല്ലാതെ പ്രകൃതിയെ ദോഷം വരുത്താൻ പാടില്ല, അന്തരീക്ഷത്തെ മലിനീകരിക്കാനും പാടില്ല.
എന്നിട്ട് വനസ്പതികളോട് പറയുകയാണ്. വനസ്പതികൾ എന്ന് പറഞ്ഞാൽ ചെടികൾ, പരിതസ്ഥിതിയെ പറ്റി തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ശതവത്സരങ്ങളായും സഹസ്രവത്സരങ്ങളായിട്ടും വളരട്ടെ. ഭൂമിയിലുള്ള ചെടികളെയൊന്നും നശിപ്പിച്ചു കളയുന്നത്. സതികളിൽ നിന്നുള്ളതാണ് വനസ്പതികൾ. അപ്പം യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ പുരോഗതി ഉണ്ടാവും, ശരിയാണ്, ലോകം അങ്ങ് ഉന്നതിയിലെത്തും. പക്ഷെ അതേസമയം ചെടികളെല്ലാം വർഷങ്ങളായിട്ട് നശിക്കാതെ വളർന്നുകൊണ്ടേയിരിക്കണേ. അപ്പം പ്രകൃതി സംരക്ഷണം തന്നെയാണ് അവസാന അന്തരീക്ഷം. ഇതുവരെ യജ്ഞത്തെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ യജ്ഞത്തിലൂടെ പുരോഗതിയിലേക്ക് ഒതുക്കട്ടെ. പക്ഷെ അന്തരീക്ഷത്തെ സംരക്ഷിക്കുക, അന്തരീക്ഷം മാത്രമല്ല ആകാശത്തെയും സംരക്ഷിക്കുക, ഭൂമിയിലെ ഫ്രണ്ട്സായിട്ട് വെക്കുക, സസ്യങ്ങളെല്ലാം നല്ലവണ്ണം തഴച്ചു വളരട്ടെ എന്ന് പറഞ്ഞാൽ കാടെല്ലാം വെട്ടി തെളിച്ചിട്ടുള്ള വ്യവസായമൊന്നും വേണ്ടാന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വെക്കുന്നത്.